നമസ്കാരം. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് രാത്രി മുഴുവൻ ആഹാരം കഴിക്കാതിരുന്നാലും എൻ്റെ ബ്ലഡ് ഷുഗർ രാവിലെ കൂടി നിൽക്കുന്നത്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുവാൻ ഇൻസുലിൻ പ്രയോഗമല്ല വേണ്ടത് എന്ന് പറയുന്നത്? ഇത് സാധാരണ ഡോക്ടറോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങളുടെ ഒരു ബഹുമാന്യനായ മില്ലറ്റ് ഉപഭോക്താവ് ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരുപക്ഷെ നിങ്ങൾക്കൂടി പ്രയോജനം കിട്ടും എന്ന് കരുതിയിട്ട് ആണ് പറയുന്നത്. ഞങ്ങളുടെ ഈ വീഡിയോ ഒരു മെഡിക്കൽ ഉപദേശമല്ല, അങ്ങനെ എടുക്കാൻ വേണ്ട. മറിച്ച് ചില ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഡോക്ടറോട് ചോദിക്കാൻ പറ്റും ഇതിനെപ്പറ്റി, അത്രമാത്രമേ ഉദ്ദേശമുള്ളൂ. സോ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് ഡബിൾ ഫ്യൂവൽ ഉള്ള ഒരു എഞ്ചിനാണ്. ഡബിൾ ഫ്യൂവൽ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഫാറ്റും ബോഡിക്ക് എനർജിക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ സിംഗിൾ എഞ്ചിനാണ്. ഇത് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടാണ്, വളരെ തന്ത്രപരമായിട്ട് മാറി മാറി ഉപയോഗിച്ചുകൊണ്ടാണ് ശരീരം ഈ മെക്കാനിസം കറക്റ്റായിട്ട് പോകുന്നത്. ഈ മെക്കാനിസം പറയുന്ന പേരാണ് റാൻഡിൽ സൈക്കിൾ. 1963 ഡോക്ടർ റാൻഡിൽ കണ്ടെത്തിയ ഒരു പ്രതിഭാസമാണ്, ഒരു സിസ്റ്റം, ഒരു സൈക്കിളാണിത്. റാൻഡിൽ സൈക്കിൾ മാറി മാറി ഉപയോഗിക്കുന്നു. ഇത് ഹെൽത്തി മെറ്റബോളിസം ഉള്ള, അതായത് ഡയബറ്റിക് അല്ലാത്ത, ഫാറ്റ് മെറ്റബോളിസം കറക്റ്റായ ഒരാളെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്. എന്നാൽ ഡയബറ്റിക്സ് ആകുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഹൈ ഷുഗർ ഉണ്ടാകുകയും ഹൈ ഇൻസുലിൻ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് സംശയം ഡയബറ്റിക്കിന് ഇൻസുലിൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇൻസുലിൻ ഇല്ലാത്ത ഡയബറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 1 ഡയബറ്റിക് മാത്രമാണ്. ടൈപ്പ് 2 ഡയബറ്റിക്സിന് ഇൻസുലിൻ ബോഡിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം. ദൗർഭാഗ്യവശാൽ നമ്മുടെ ഡോക്ടർമാരും ഒരാളുടെയും ഇൻസുലിൻ ഉൽപ്പാദനശേഷി പരിഗണിക്കാറില്ല. അപ്പോൾ ഈ ഹൈ ഷുഗറും ഹൈ ഇൻസുലിനും ഉള്ള ഒരാളെ സംബന്ധിച്ച് ഫാറ്റ് മെറ്റബോളിസം വീക്കാവും. അത് തൽക്കാലത്തേക്ക് പറഞ്ഞു പോകുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാം. നമ്മൾ വൈകുന്നേരം ഒരു 8 മണിക്ക് 9 മണിക്ക് ആഹാരം കഴിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ കഴിച്ച ആഹാരം ബോഡി നമ്മുടെ ഒരു രാത്രി ഒരു 2 മണി 3 മണി വരെ ബോഡി എനർജിക്ക് ഉപയോഗിക്കുന്നുണ്ടാവും. ദെൻ ആ സമയത്ത് നമ്മൾ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺ ഉപയോഗിച്ച് കോർട്ടിസോൾ എന്ന് പറയുന്ന ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോണ്, കോർട്ടിസോള്, എപ്പിനെഫ്രിൻ, അങ്ങനെ കുറേ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് നമ്മളെ ബോഡിയെ രാവിലേക്ക് ഉണരാനായിട്ട് സഹായിക്കുന്നതാണ്. ഇതിൽ ഗ്ലൂക്കോൺ എന്ന ഹോർമോൺ ഉപയോഗിച്ച് നമ്മുടെ ലിവറിൽ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഷുഗറിനെ, ഗ്ലൈക്കോജനെ ബോഡി വീണ്ടും ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നത്. ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുമ്പോൾ നമ്മൾ അതിന് ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വീണ്ടും അത് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ആ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അന്ന് കഴിച്ച ആഹാരത്തിൻ്റെ എക്സ്ട്രാ ഉള്ള ഷുഗറും ഫാറ്റായിട്ട് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ പിറ്റേന്ന് രാവിലത്തേക്ക് ഷുഗറിൽ കുറച്ചുകൂടി കൂടുതൽ ഗ്ലൈക്കോജൻ ബ്ലഡ് ഷുഗറായിട്ട് മാറാനുണ്ടാവും. ഇങ്ങനെ ഈ ഒരു പ്രതിഭാസം അപ്പോൾ നമ്മൾ കഴിക്കുന്നു, ഫാറ്റായിട്ട് മാറ്റുന്നു, ഇൻസുലിൻ വയ്ക്കുന്നു, ഷുഗറായിട്ട് മാറുന്നു, ഇൻസുലിൻ വയ്ക്കുന്നു. ഈ ഒരു പ്രതിഭാസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിനെ ഫാറ്റി ലിവർ ആക്കുകയാണ് ചെയ്യുന്നത്. ബ്ലഡ് ഷുഗറിനെ വീണ്ടും ഫാറ്റാക്കി മാറ്റുക ചെയ്യുന്നത്. ഇത് നമ്മളെ നിത്യരോഗിയാക്കുകയും നമ്മുടെ ഡയബറ്റീസിനെ വളരെ വേസ്റ്റാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനുള്ള മുഖ്യോപാധിയായിട്ട് ഇൻസുലിൻ സ്വീകരിക്കാതിരിക്കുക. പിന്നെന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുക. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ, ഒരു 3 യൂണിറ്റിനും 8 യൂണിറ്റിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഓക്കെയാണ്. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശരിയായ റിയൽ ഫുഡിലേക്ക് മാറുക. റിയൽ ഫുഡ് എന്താണെന്ന് ചോദ്യത്തിന് ഒരു സംശയമില്ല. ഒരു ഡയബറ്റിക് ആണെങ്കിൽ മില്ലറ്റിനേക്കാൾ മികച്ച ഒരു റിയൽ ഫുഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ LCHF ഡയറ്റ് വേണം. മില്ലറ്റുകൾ വളരെ മികച്ച പ്രയോജനം ചെയ്യും. കഴിച്ചാൽ 4-5 മണിക്കൂറത്തേക്ക് വിശക്കുന്നുണ്ടാവില്ല. അത് ഫൈബർ നമ്മുടെ അബ്സോർപ്ഷൻ സ്ലോ ഡൗൺ ചെയ്യും. അതുപോലെ ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യും. നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ രാത്രി 3 മണിയാകുമ്പോഴത്തേക്കും ശരീരം ലിവറിൽ സ്റ്റോക്ക് ചെയ്തിട്ട് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു? നമ്മളെ മരിച്ചു പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണത്. അതുകൊണ്ടാണ് രാവിലത്തെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നത്. എപ്പോഴാണ് ഒരാളുടെ ബ്ലഡ് ഷുഗർ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത് അറിയാമോ? രാത്രി ഒരു 1 മണി 2 മണി സമയത്തായിരിക്കും ബ്ലഡ് ഷുഗർ ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ കുറഞ്ഞ ബ്ലഡ് ഷുഗറിനെ നമ്മൾ ചെയ്യേണ്ടത്, ഒരു 3 മണിക്ക് 8 മണിക്ക് അത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ 8 മണി ആകുമ്പോഴത്തേക്ക് അത് കുറയുകയും ചെയ്യും. ആ 3 മണി 8 മണി വരെ സമയം നമ്മൾ കഴിയുന്നതും തുടക്കത്തിൽ ഇൻസുലിൻ
ചെയ്യാതിരിക്കുക. നമ്മൾ ആഹാരം ഒരു 8 മണിയാകുമ്പോൾ കഴിക്കുക, 8 മണി 9 മണിക്കുള്ള ആഹാരം കഴിക്കുക. പക്ഷേ ആഹാരം കഴിക്കുന്നത് പ്രത്യേകിച്ചും ഫൈബർ അടങ്ങിയ മില്ലറ്റ് അടങ്ങിയ ആഹാരമായി നന്നായിരിക്കും. അരിയും ഗോതമ്പും കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, കുറയ്ക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അമിതമായ ഇൻസുലിൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ മില്ലറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ വേറെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ വൈകുന്നേരത്തെ ആഹാരം വൈകുന്നേരം 7 മണിക്ക് കഴിക്കുക. 7 മണിക്ക് കഴിച്ചാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവില്ല. കാരണം 4-5 മണിക്കൂറത്തേക്ക് മില്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ വിശക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ദെൻ അങ്ങനെ ഒരു 1-2 മാസം കൊണ്ട് നിങ്ങളുടെ ലിവറിലുള്ള എക്സ്ട്രാ ഗ്ലൈക്കോജൻ, അതായത് അമിതമായിട്ടുള്ള അതുവരെ കഴിച്ച അമിതമായിട്ടുള്ള ഷുഗറിനെ ബോഡി എനർജിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് പതുക്കെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു വരുന്നുണ്ടാവും, HbA1c കുറഞ്ഞു വരുന്നുണ്ടാവും. ഇതിൻ്റെ കുറേ റീഡിംഗ് ഉണ്ട്. നമ്മൾ കുറേ കീറ്റോൺസ്, HOMA-IR അങ്ങനെ വേറെ ടെസ്റ്റിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ മറ്റു വീഡിയോ ചെയ്യാം. ഇതിൽ ചെയ്യുന്നില്ല, എല്ലാം കൂടി പറഞ്ഞ് കുളമാക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. മില്ലറ്റിനെ പറ്റി കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഫങ്ഷണലായിട്ടുള്ള ഹെൽത്തിനെ പറ്റി അറിയണമെന്ന് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ഞങ്ങളുടെ സംശയങ്ങളുടെ മറുപടിയൊന്നും മെഡിക്കൽ ഉപദേശമായിട്ട് എടുക്കാതിരിക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ, സി യു.